നമസ്കാരം. ഹോണ്ട മോട്ടോഴ്സ് കമ്പനി ലിമിറ്റഡും നിസാൻ മോട്ടോഴ്സ് കമ്പനി ലിമിറ്റഡും കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു. ഇന്റലിജൻസ്, വൈദ്യുതീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിനായിട്ടാണ് ഈ നീക്കം. ലയനം 2026 ഓഗസ്റ്റിൽ പൂർത്തിയാക്കാനാണ് പദ്ധതി. ഇപ്പോഴിതാ ഈ സംയുക്ത സംരംഭത്തിലൂടെ ബ്രാൻഡുകൾ തമ്മിലുള്ള ബിസിനസ് സംയോജനത്തിനാണ് ചർച്ചകളും പരിഗണനകളും ആരംഭിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് രണ്ട് കമ്പനികളും ബാഡ്ജ് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ സമ്മതിച്ചിട്ടുമുണ്ട്. ഈ കരാറിന് കീഴിലുള്ള ആദ്യ മോഡൽ നിസാൻ പെട്രോളിന്റെ ഹോണ്ടയുടെ പതിപ്പാണ്. ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഫുൾ സൈസ് SUV ആണ് നിസാൻ പെട്രോൾ. കരുത്തുറ്റ പ്രകടനത്തിനും ഓഫ് റോഡ് കഴിവുകൾക്കും എപ്പോഴും പ്രിയങ്കരവുമാണ് ഈ കാർ. ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ്, ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ആഗോള വിപണികളിൽ ഈ SUV ഇതിനോടകം വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. അമേരിക്കൻ വിപണിയിൽ ഈ മോഡൽ നിസാൻ അർമാഡ എന്ന പേരിൽ വിൽക്കുന്നു. ജപ്പാനിൽ ഇത് 2008 വരെ നിസാൻ സഫാരി എന്ന പേരിൽ വിറ്റിട്ടുണ്ട്. ഹോണ്ടയുടെ മോട്ടറും ബാറ്ററിയും കപ്പാസിറ്റി വലിയ വാഹനവുമായി പൊരുത്തപ്പെടുത്താൻ കഴിയുമെന്നതിനാൽ നിസാന്റെ വലിയ വാഹന ഓഫറുകൾ പരിവേഷണം ചെയ്യുന്നതിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ഹോണ്ട ഗ്ലോബലിന്റെ ഡയറക്ടറും എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായ നോറിയ കൈഹാര പറഞ്ഞു. കൂടാതെ ഭാവിയിലെ സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട വാഹനങ്ങളുടെ ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായി ഹോണ്ട നിസാനെ പരിഗണിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ആഗോളതലത്തിൽ നിസാൻ പെട്രോൾ 2 എഞ്ചിൻ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. 3.8 ലിറ്റർ V6, 3.5 ലിറ്റർ V6 ട്വിൻ ടർബോ എന്നിവ. ആദ്യത്തെ എഞ്ചിൻ 316 bhp കരുത്തും 386 Nm ടോർക്കും സൃഷ്ടിക്കാൻ മികച്ചതാണെങ്കിൽ രണ്ടാമത്തേത് 425 bhpയും 700 Nm ടോർക്കും നൽകുന്നു. ഈ പൂർണ്ണ വലിപ്പമുള്ള SUVക്ക് 5205 mm നീളവും 2030 mm വീതിയും 1955 mm ഉയരവും 3075 mm വീൽ ബേസുമുണ്ട്. ഒരു പ്രീമിയം SUV എന്ന നിലയിൽ ലൈൻ കീപ്പ് അസിസ്റ്റ്, ചലിക്കുന്ന ഒബ്ജക്ട് ഡിറ്റക്ഷനോട് കൂടിയ ഒരു 3D ചുറ്റുമുള്ള വ്യൂ മോണിറ്റർ, 4-വേ ലംബോർ സപ്പോർട്ടുള്ള മസാജ് സീറ്റുകൾ, HUD വയർലെസ് ചാർജർ, റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട്, മൾട്ടി കളർ എന്നിവയുൾപ്പെടെ നിരവധി നൂതന ഫീച്ചേഴ്സുകളാണ്. ഇന്റീരിയർ ഇലുമിനേഷൻ, 12 സ്പീക്കർ പ്രീമിയം ഓഡിയോ സിസ്റ്റം, ഇരട്ട 14.3 ഇഞ്ച് മോണിലിത്ത് ഡിസ്പ്ലേ തുടങ്ങിയ ഫീച്ചറുകളും ലഭിക്കും. അതേസമയം 7 സീറ്റർ SUV ഉൾപ്പെടെ 5 പുതിയ മോഡലുകൾ ഹോണ്ട ഇന്ത്യ വിപണിയിൽ അവതരിപ്പിക്കും. പുതിയ ഹോണ്ട 7 സീറ്റർ SUVയുടെ രൂപകൽപ്പനയും വികസനവും ജപ്പാനിലെയും തായ്ലാന്റിലെയും ബ്രാൻഡിന്റെ ടീമുകൾ നിർവഹിക്കും. എലിവേറ്റിന്റെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും സിറ്റിയുടെ ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിനും ഇത് വാഗ്ദാനം ചെയ്യാവുന്നതാണ്. ഹോണ്ട കാഴ്സ് ഇന്ത്യയും പുതിയ PF2 പ്ലാറ്റ്ഫോമിന്റെ പണിപ്പുരയിലാണ്. ഇത് പുതിയ 3 വരി SUVക്കും പുതിയ തലമുറ സിറ്റി സെഡാനും അടിവരയിടും. 7 സീറ്റർ SUV 2027 അവസാനമോ 2028 ആദ്യമോ എത്തും. പുതിയ ഹോണ്ട സിറ്റി 2028 വിപണിയിലെത്തും. കൂടാതെ ടാറ്റ നെക്സോണിനെ വെല്ലുവിളിക്കാൻ ലക്ഷ്യമിട്ട് ഹോണ്ടയുടെ തുടക്കത്തിൽ തന്നെ ഒരു പുതിയ സബ് 4 മീറ്റർ SUV അവതരിപ്പിക്കാനും പദ്ധതിയുണ്ട്. ഹ്യുണ്ടായുമായി മത്സരിക്കുന്നതിനായി എലിവേറ്റ് അധിഷ്ഠിത EV ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് SUVകളും കമ്പനിയുടെ പദ്ധതിയിലുണ്ട്.